Hello, I'm Susan. Welcome to my channel Healthy Yummy Bites. ഇന്ന് നല്ല മാംഗോ കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ആണ് തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. പഴുത്ത നല്ല മാമ്പഴം കൊണ്ടുള്ള സോഫ്റ്റ് മാംഗോ പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം നല്ല പഴുത്ത മാങ്ങ കിട്ടുന്ന സീസൺ ആണല്ലോ. രണ്ട് നല്ല മധുരമുള്ള മാമ്പഴം തിരഞ്ഞെടുക്കുക. മാമ്പഴം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. രണ്ട് മാങ്ങ ചെത്തിയെടുത്തത് ഏകദേശം 1.5-2 കപ്പോളം ഉണ്ട്. ഇത് മിക്സി ജാറിലോട്ട് മാറ്റാം. അര കപ്പ് ഷുഗറും ചേർക്കാം. മധുരം ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. പൾപ്പ് റെഡിയാണ്. ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. അടുത്തതായി ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നത് പുഡിങ്ങിന് നല്ല ബൈൻഡിങ് കിട്ടാനാണ്. നല്ല തിക്കായിട്ട് വരും. തണുത്ത പാലും കസ്റ്റേർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി നല്ല സ്മൂത്തായി കട്ടയൊക്കെ മാറ്റിയെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാക്കാം. പാനിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മാംഗോ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കാം. താഴെ പോകാതെ ശ്രദ്ധിച്ചിളക്കണം. അടിക്ക് പറ്റാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ഇളക്കുക. ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഈ സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ല എങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. കസ്റ്റർഡിൻ്റെ കളറും മാംഗോയുടെ കളറും കൂടെ ഒക്കെ ചേർന്ന് എത്ര ഭംഗിയുള്ള കളർ. ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കാതെ നല്ല കളർഫുൾ മാംഗോ പുഡിംഗ് തയ്യാറാക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് തിക്കായി വരട്ടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് നല്ലതായി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഇത് അറിയുന്നതിന് വേണ്ടി ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് വിടുമ്പോൾ ഇങ്ങനെ വിട്ട് താഴെ വീഴണം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു അരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്തിളക്കാം. ഇപ്പം നാരങ്ങ നീര് ഒഴിക്കുന്നത് കൊണ്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടും. സെറ്റ് ചെയ്യാനായി വെക്കുന്ന മോൾഡ് ഒരു അല്പം ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്യുക. ഇതിലേക്ക് മാംഗോ പുഡിംഗ് തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. സ്പാറ്റുല ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം.
2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സെറ്റായി വരാൻ റെഫ്രിജറേറ്ററിൽ 4 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഇതിൻ്റെ സൈഡൊക്കെ നൈഫ് വെച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റ് മുകളിലോട്ട് പിടിച്ച് അതിലേക്ക് കമത്തിയിടുക. നമ്മുടെ കസ്റ്റേർഡ് പുഡിംഗ് വിട്ടുവരുന്നതിനായി അതിൻ്റെ പുറത്ത് 2 തട്ട് തട്ടി കൊടുക്കാം. ഈസിയായി വിട്ടുവരും. ആഹാ, ലുക്ക് അറ്റ് ദിസ്. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാംഗോ പുഡിംഗ്, മാംഗോ കസ്റ്റേർഡ് ഡെസേർട്ട്. ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് മാംഗോ കസ്റ്റേർഡ് പുഡിംഗ്. ഇത് നോക്കുക, എത്ര ഈസിയായി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. മാംഗോ ഉള്ളപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ. വളരെ ഇഷ്ടത്തോടെ കഴിക്കും. വളരെ രുചികരമായ മാംഗോ സ്വീറ്റ് ഡിലൈറ്റ്. ഈ മാംഗോ കസ്റ്റേർഡ് പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? വീണ്ടും ഒരു ടേസ്റ്റി റെസിപ്പിയുമായി ഉടൻ തന്നെ വരുന്നതാണ്. തീർച്ചയായും കാണണേ. ടേക്ക് കെയർ. താങ്ക് യു.